സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള പ്രതാപ് പടിക്കലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ സ്വാഭാവികമായും കോടതിയിൽ ആരോപിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ തെളിഞ്ഞിട്ടുള്ളതായി, സംശയാതീതമായി തെളിഞ്ഞിട്ടുള്ളതായി, ഈ പ്രോസിക്യൂഷൻ്റെ ആ വാദങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതായും പ്രതിക്ക് ഇൻസാനിറ്റി ഉണ്ട് എന്നുള്ള പ്രതിഭാഗം തർക്കം ഒരു കാരണവശാലും നിലനിൽക്കത്തില്ല എന്നുമാണ് കോടതി ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഈ പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നതാണ് തുടക്കം മുതൽ പ്രതിഭാഗം വാദിക്കുന്നത്. അതെ, അതല്ല എന്ന് വാദിക്കാൻ നമ്മൾ നിർത്തിയ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ കേസിൽ കേരളത്തിൽ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഒരു കുറ്റകൃത്യത്തിന് ശേഷം എങ്ങനെ സ്വന്തം അനുകൂലമായി തെളിവ് ഉണ്ടാക്കണമെന്നുള്ള കാര്യത്തിൽ വളരെ ബ്രില്യൻ്റായിട്ടുള്ള ഒരു പ്ലോട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതിയാണ് ഈ കേസിലെ പ്രതി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്രകാരം ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഇൻജുവേർഡ് ഐ വിറ്റ്നസ് എന്നുള്ള രീതിയിൽ ഈ കേസിൽ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ആകെയുള്ളൊരു പോംവഴി ഇൻസാനിറ്റിയാണ് എന്ന് കണ്ടെത്തിയ വിദ്യാസമ്പന്നനായ പ്രതി ജയിലിലെ ലൈബ്രറിയിൽ നിന്നും സൈക്യാട്രിയുടെ പുസ്തകങ്ങൾ എടുത്തു വായിച്ചു പഠിച്ച ശേഷം തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന മെഡിക്കൽ ബോർഡിലെ അതിവിദഗ്ധന്മാരായ സൈക്യാട്രി മറ്റു ചില പ്രോസിക്യൂട്ടറാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചുമത്തപ്പെട്ട എല്ലാ കുറ്റങ്ങളും സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കപടമായ ശ്രമങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. അതിന്റെ ഫലമായിട്ടാണ് കോടതി ഇന്ന് ഈ വിധി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് ആ വാദങ്ങൾ പൊളിച്ചത്? പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട ആദ്യത്തെ ധർമ്മം എന്നുള്ള തരത്തിൽ തന്നെ പ്രതി ഇപ്രകാരം ഒരു മെൻ്റൽ ഇൻസാനിറ്റി എന്നുള്ളൊരു തർക്കം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് 3-ാം ദിവസം തന്നെ ഡോക്ടർ അരുൺ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ സൈക്യാട്രിസ്റ്റ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുകയും ഒരു റിപ്പോർട്ട് ഇൻ്റർവ്യൂ ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥർ മുമ്പാകെ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രതിക്ക് യാതൊരു തരത്തിലുള്ള മാനസിക വിഭ്രാന്തികളുമില്ല എന്ന് കണ്ടെത്താൻ സാധിച്ചു. പിന്നീട് മെയ് 10-ാം തീയതി ഒഫൻസ് നടന്നതിന് ശേഷം 9-ാമത്തെ ദിവസം ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും ആ മെഡിക്കൽ ബോർഡിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിയിലെ പ്രമുഖന്മാരായ ഡോക്ടർമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ ബോർഡ് പ്രതിയെ സന്ദർശിക്കുകയും പ്രതിയെ ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്തു. അവിടെയും പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഭ്രാന്തി ഇല്ല എന്ന് തെളിയിക്കാൻ സാധിച്ചു. എന്നാൽ അതിനുശേഷം വീണ്ടും ആ മെഡിക്കൽ ബോർഡിൻ്റെ കൂടി നിർദ്ദേശാനുസരണം വിശദമായ ഒരു ഇൻ്റർവ്യൂ നടത്തണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ 3 വീണ്ടും പ്രതിയെ ഇൻ്റർവ്യൂ ചെയ്തു. ആ ഇൻ്റർവ്യൂ ചെയ്ത സമയത്തിനുള്ളിൽ പ്രതി തിരുവനന്തപുരം ജയിലിലെ ലൈബ്രറിയിൽ നിന്നും സൈക്യാട്രിയുടെ പുസ്തകങ്ങൾ ശേഖരിച്ച് എങ്ങനെയാണ് ഒരു പ്രതിക്ക് സൈക്യാട്രിയിൽ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാനെത്തുന്ന ഡോക്ടർമാരെ മിസ്ലീഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായ രീതിയിൽ പഠിച്ച ശേഷം ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയും അയാൾക്ക് മൂന്നാമത് മറ്റൊരാളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു മറുപടി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കീസോഫീനിയയുടെ സ്പെക്ട്രം അയാൾക്കുണ്ട് എന്ന് അയാൾ ആ മെഡിക്കൽ റിപ്പോർട്ടിൽ വരുത്തുവാനും കഴിയുന്നതിൽ അയാൾ വിജയിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് കോടതിയിൽ ഈ സാക്ഷികളെയൊക്കെ വിസ്തരിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി ഈ സാക്ഷികളെല്ലാം തന്നെ ഈ പ്രതിയുടെ ഇപ്രകാരമുള്ള പ്രവൃത്തികളെല്ലാം തന്നെ അയാൾ ഒരു പ്രിറ്റൻഡ് ചെയ്ത അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ തെളിയിക്കാൻ സാധിച്ചു. മാത്രമല്ല പ്രതിഭാഗത്ത് നിന്ന് വിസ്തരിക്കപ്പെട്ട പ്രതിയുടെ സഹപ്രവർത്തകരായ അധ്യാപകർ അവർ ഇവിടെ കോടതിയിൽ വന്ന് പ്രതിക്ക് അനുകൂലമായ രീതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പ്രോസിക്യൂഷൻ അവരെ ക്രോസ് വിസ്താരം ചെയ്ത സമയത്ത് ഈ ഒഫൻസിൻ്റെ തൊട്ട് തലേ ദിവസം വരെയും പ്രതിക്ക് യാതൊരു തരത്തിലുമുള്ള മാനസിക രോഗത്തിൻ്റെയും അംശങ്ങളോ ഭാവങ്ങളോ പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയല്ല എന്ന് തെളിയിക്കാനും പ്രോസിക്യൂഷൻ സാധിച്ചു. തീർച്ചയായും ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, കൊല ചെയ്യപ്പെട്ട വ്യക്തി ഒരു പാവപ്പെട്ട ഒരു ഹെൽപ്ലെസ് ഈ സഹായിക്കാൻ വേണ്ടി വന്ന ഒരു സ്ത്രീയാണ്. വെളുപ്പിനെ 4 മണിക്ക് സ്വന്തം ആശുപത്രിയിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ, തനിക്ക് മുമ്പിൽ വന്ന ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർ, ആ ഡോക്ടറെ തന്നെ ആ പേഷ്യൻ്റ് കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് അപൂർവങ്ങളായി എത്തേണ്ടതാണ് അല്ലെങ്കിൽ കണക്കൂട്ടേണ്ടതാണ് എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷനുള്ളത്. രണ്ടാമത്, ഇപ്രകാരം ഒരു കുറ്റകൃത്യം നടത്തുന്നതിന് വേണ്ടി പ്രതി തിരഞ്ഞെടുത്ത വേദി അതും ഈ കേസിനകത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കാരണം ഒരു ഹോസ്പിറ്റൽ തന്നെ ഇപ്രകാരം ഒരു വലിയ കുറ്റകൃത്യത്തിന് വേദിയായി കണ്ടെടുത്ത അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ആ പ്രതിയുടെ പ്രവൃത്തിയും അപൂർവത്തിന്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്.
പ്രതിയെ തിരികെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രതിയായിട്ടുള്ള സന്ദീപിനെ തിരികെ ജയിലിൽ കൊണ്ടുപോവുകയാണ്. ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടെ ഉടൻ സംസാരിക്കും. ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന MM ജോസ് ആയിരുന്നു ഈ കേസിന്റെ അന്വേഷണം നടത്തിയത്. അന്വേഷണത്തിന്റെ കൃത്യമായ ഒരു വിജയമല്ലേ? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. പ്രതിയെ തിരിച്ച് ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകും.